Draw the development of a right circular cone of base diameter 60 mm and height 64 mm resting on HP on its base. An insect moves from a point on the base circle and returns to the same point after traveling through the shortest path along the curved surface. Mark the shortest path in front and top views of the cone. Development of surfaces already ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണുക. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം നമ്പർ 10 വീഡിയോ നമ്പർ 12 ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുന്നതാണ്. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസിൻ്റെ അപ്ലിക്കേഷനാണ് ഈ പ്രോബ്ലം. ഇതിൻ്റെ ആൻസർ കീ നോക്കാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ ഗിവൺ സോളിഡിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. ഇവിടെ കോണാണ് വന്നിരിക്കുന്നത്. കോൺ വന്നാൽ വളരെ എളുപ്പത്തിൽ ഈ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കോൺ ഒരു സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ സർക്കിളായിരിക്കും, ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആയിരിക്കും എന്ന് അറിയാൻ പറ്റും. ഇനി പ്രിസോ പിരമിഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ എഡ്ജ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം പ്രോബ്ലം നോക്കി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ആ ഒരു ആവശ്യം കൂടി വരുന്നില്ല. കോൺ ഓർ സിലിണ്ടർ ആണ് വരുന്നതെങ്കിൽ സെക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിലെ ഈ സിമ്പിൾ പൊസിഷനിലെ ഈ 3, 5 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ 3 മാർക്കാണ് ഈ ടോപ്പ് വ്യൂ സർക്കിൾ, ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഫുൾ കോൺ, അതായത് 4 മാർക്ക്. അതായത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോളിഡ്സിൽ വരുന്നത് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് കംപ്ലീറ്റ് സോളിഡ്സ് പഠിച്ചു വെക്കുക. അതായത് പ്രിസത്തിൻ്റെത് എന്താണ് എന്നുള്ളത് ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണുക. ഇനി പിരമിഡിൻ്റെത് പ്രിസവും സിലിണ്ടറും ഐഡൻറ്റിക്കലാണ്. പിരമിഡാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. കോണും എളുപ്പമാണ്. കോണിൻ്റെ ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ആംഗിളൊക്കെ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ മറന്നു പോവുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് 8 ഡിവിഷൻസ് എടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈ സെയിം ആംഗിൾ തന്നെ കിട്ടും. അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിരമിഡിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കാണുക. ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് വരുന്നത് സെക്ഷൻ ചെയ്ത സോളിഡ്സിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതേപോലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഹോൾ ഉണ്ടാകും. ആ ഹോളോട് കൂടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇതാണ് വരാറ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഈ കംപ്ലീറ്റ് സോളിഡ് ഡെവലപ്മെൻറ്റ് വരച്ചതിന് ശേഷം ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ലൊക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് യൂസ് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അങ്ങനെ ഇവിടെ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ ട്രൂ ലെങ്ത് ലൈനിലോട്ടേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് പ്രൊജക്ടേഴ്സിലേക്ക് ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പ്രൊജക്ടേഴ്സ് വരച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം ആ ഒരു പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ. അതൊക്കെ ശ്രദ്ധിക്കുക. ടോപ്പ് വ്യൂവിൽ ഫ്രണ്ട് വ്യൂവിലും പാത്ത് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ചിലത് കൊണ്ടുപോയിട്ട് ഹാച്ച് ചെയ്യുന്ന കാണാം. അത് തെറ്റാണ്. കാരണം ഇത് സെക്ഷൻ അല്ല, ഇതൊരു ആൻഡ് മൂവ് ചെയ്ത ഒരു പാത്ത് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഷെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ 45 ഡിഗ്രി തിൻ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് സെക്ഷനിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഫുൾ കോൺ 4. അപ്പോൾ 4 + 3 7 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റി. ഡെവലപ്മെൻറ്റ് ഓഫ് കോൺ എല്ലാവർക്കും അറിയാൻ പറ്റും. ഷോർട്ടസ്റ്റ് ലെങ്ത് ഇൻ ഡെവലപ്മെൻറ്റിൽ ഈ ഒരൊറ്റ ലൈൻ വരയ്ക്കുന്നതിന് 3 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഡ്രോ ദ പാത്ത് ഇൻ എലിവേഷൻ, അപ്പോൾ ഇതിനെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 4 മാർക്ക്. ഡ്രോ ദ പാത്ത് ഇൻ പ്ലാൻ ടോപ്പ് വ്യൂയിലേക്ക് വരയ്ക്കുമ്പോൾ 4 മാർക്ക്. നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ് 2 മാർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. വരയ്ക്കുന്ന മെത്തേഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുക.